സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി ഇടറും വിരഹം തുളുമ്പുമാത്മഭാവമായി കടലേ അപാരതേ സാക്ഷ്യം സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി ഭാവഗീതമേ നീന്ദിനി വിഷാദരാഗസാരമേ കാലമേ അഗാധ ഭാവഗീതമേ നീന്ദിനി വിഷാദരാഗസാരമേ ഏകതാരമോ പല്ലവി വീണലിഞ്ഞുവോ നിഴലിൽ സ്മൃതികൾ ഉയരുന്നു മൗനവേലിയേറ്റമായി ഇടറും വിരഹം തുളുമ്പുമാത്മഭാവമായി കടലേ അപാരതേ സാക്ഷ്യം സ്മൃതികൾ ഉയരുന്നു മൗനവേലിയേറ്റമായി കൊഴിഞ്ഞു വീണ പൂവുകൾ പാഴിരുൾ ചൊരിഞ്ഞ മോഹമുള്ളുകൾ പാതയിൽ കൊഴിഞ്ഞു വീണ പൂവുകൾ പാഴിരുൾ ചൊരിഞ്ഞ മോഹമുള്ളുകൾ മൂടൽ മഞ്ഞിൽ വിങ്ങുമിയാമരങ്ങളിൽ വീണുടഞ്ഞുവോ ഹൃദയം സ്മൃതികൾ ഉയരുന്നു മൗനവേലിയേറ്റമായി ഇടറും വിരഹം തുളുമ്പുമാത്മഭാവമായി കടലേ അപാരതേ സാക്ഷ്യം സ്മൃതികൾ ഉയരുന്നു മൗനവേലിയേറ്റമായി ഹലോ ഈസ് ഇറ്റ് കാനനൂർ 443558? ബ്രിഗേഡിയർ രാജശേഖരൻ നമ്പ്യാർ പ്ലീസ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡോക്ടർ നരേന്ദ്രൻ. എന്നെ ഓർമ്മയുണ്ടോ ആവോ? പഴയ കൂനൂർ ക്യാമ്പിലെ ഡോക്ടർ നരേന്ദ്രൻ. ഓ, ഡോക്ടർ നരേന്ദ്രൻ, വാട്ട് എ സർപ്രൈസ്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും. അതെ, ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ. അതിനുശേഷം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഞാൻ മിസ്റ്റർ നമ്പ്യാരുടെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത്. ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. സൂസൻ ഇപ്പോൾ എന്റെ ട്രീറ്റ്മെന്റിലാണ്. അസുഖം കൂടി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ജീവപര്യന്ത ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഷീ ഈസ് വെരി സിക്ക്. ഇനി അധിക നാളുണ്ടാകും തോന്നില്ല. മിസ്റ്റർ നമ്പ്യാരെയും മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവസാനത്തെ ആഗ്രഹമാണ്. വരാതിരിക്കരുത്.
ഗുഡ് മോർണിംഗ് സ്മിത. സ്മിതയെ ഡാഡി കുറച്ച് ദിവസത്തേക്ക് ദൂരെ എവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വേഗം പോയി 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണം. ക്യുക്ക്. ഡ്രൈവർ, വണ്ടിയെ സൈഡിലോട്ട് പോകും. കുറച്ചുകൂടെ പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു. അമ്മ മരിച്ചുപോയെന്ന്. അങ്ങനെ പറയാവൂന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഡാഡി, അമ്മ? യെസ്, ഷീ ഈസ് അലൈവ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വളരെ സീരിയസ് ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. ഇനി മോള് കൂടുതലൊന്നും ചോദിക്കരുത്. ഡാഡിക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് മോളെ ഡാഡിയോട് ക്ഷമിക്കണം.